ഇന്ന് കണ്ട പടം ഇപ്പോൾ ഞാൻ സിനിമ കാണാൻ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ രാജാവിൻ്റെ മകൻ സിനിമയൊക്കെ കണ്ട കാലം മുതൽ പിന്നെ റിലീസാവുന്ന ഒട്ടുമിക്ക നല്ല അഭിപ്രായമുള്ള പടങ്ങളെല്ലാം കാണാറുള്ള ഒരാളാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഈ മെയിൻ സ്ട്രീം നടന്മാരൊക്കെ അഭിനയിക്കുന്ന സിനിമ ഫാമിലി ആയിട്ട് പോകരുത്, പിള്ളേരെ കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ആദ്യമായിട്ടാണ് ഷരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസറായിട്ടുള്ള ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന സിനിമ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്തരം സിനിമകള് ഇപ്പോ ആ സിനിമ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടുന്നത്. ഇപ്പൊ നമ്മൾ പോയ തിയേറ്ററിൽ ഫുള്ള് ഹൗസ്ഫുള്ളാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത്തരം സിനിമകൾ വിജയിക്കരുത്, ഇത്തരം സിനിമകൾ എടുക്കാൻ അവർക്ക് തോന്നരുത്. കാരണം അത്രമാത്രം വയലൻസ്. നമ്മൾ ഈ തടി ഇറക്കുന്ന മെഷീനായിട്ടും ചെവി കടിച്ചു എടുത്തു പോവുക, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആദ്യം തന്നെ ഇതിന്റെ എനിക്ക് ശരിക്കും തോന്നുന്നു ഈ മോഹൻലാലിന്റെ കുറെ പടങ്ങള് പൊടിയനായാലും വാലിബനൊക്കെ ആയാലൊക്കെ ഒരു തെറ്റായ പ്രൊമോഷനിലൂടെയാണ് അവർ പടം റിലീസ് ചെയ്യുന്നത്. വാലിബനൊക്കെ ഭയങ്കര ഹൈപ്പോട് കൂടി, പൊടിയൻ ഹൈപ്പോട്, മരക്കാർ അറബിക്കടലിന്റെ സിനിമ ഭയങ്കര ഹൈപ്പോട് കൂടി. പക്ഷെ അതൊന്നും ആ ഹൈപ്പ് ഇല്ലാതെ ഒരു ഓഫ്ബീറ്റ് പടങ്ങളെ പോലെയൊക്കെയുള്ള പടങ്ങളാണ്. അല്ലെങ്കിൽ അത്ര മാസമാവില്ല, മാസമാണെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്തിട്ടൊന്നും വരിക. പക്ഷെ ഇത് കറക്റ്റായിട്ട് അതിന്റെ പ്രൊമോഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ പോലുള്ള നമുക്കൊക്കെ ഒരാളുടെ ഒരു മുറിവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയാ, കയ്യക്കാരും പതിക്കുന്നതല്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പലരും എൻ്റെ അടുത്തിരിക്കുന്നവരും ഞാനൊക്കെ പല രംഗങ്ങളും കണ്ണടക്കിയായിരുന്നു ആ സമയങ്ങളിൽ. അല്ലെങ്കിൽ കണ്ടിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് പടം കണ്ടു തീർന്നത്. അത്രയും വയലൻസ് ആയിട്ട് ഉണ്ണിമുകുന്ദന് സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, കിട്ടിക്കോട്ടെ. പക്ഷെ ഇത്തരം അക്രമാസക്തമായ പടങ്ങൾ ചെയ്തിട്ടാവരുത് എന്നുള്ളൊരു ഇത് ഉണ്ട്. അപ്പോ എനിക്ക് പടം നമ്മൾ 2.5 മണിക്കൂർ പിടിച്ചിരുന്ന അമ്മാതിരി മേക്കിംഗ് ആണ്. ഹോളിവുഡ് സിനിമകളുടെ സ്റ്റൈലാണ് എല്ലാം ഓക്കെ. പക്ഷേ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും കണ്ടിറങ്ങി കഴിഞ്ഞാൽ. കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല. ഇത്തരം സിനിമകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.